ആക്കിയിരിക്കുകയാണ് അല്ലേ? എന്താണ് വിഷസും ഹാപ്പിനെസ് ഒക്കെ ഷെയർ ചെയ്തോളൂ പ്ലീസ്. എന്താ പറയാ, ഭയങ്കര സന്തോഷാണ്. കാരണം ഒരു ഹംസത്തിന് ആ കല്യാണത്തിന് വരുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അതേപോലെ ഞാൻ ഇവരുടെ ഒരു ഹംസമായിരുന്നു കുറെ നാള്. അപ്പൊ അതുകൊണ്ട് അന്നേ ഞാനിങ്ങനെ ആഗ്രഹിച്ചിരുന്നു, ചില പ്രണയങ്ങൾ കാണുമ്പോൾ നമുക്ക് ഈശ്വര ഇത് നന്നായിട്ട് വരണേ എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടാവും. അപ്പൊ അതേപോലെ ഈ ദിവസം ഞാനിങ്ങനെ ഇവർ രണ്ടുപേരും ഡ്രീം ചെയ്തത് അത്രയില്ലെങ്കിൽ പോലും ഞാനും ഡ്രീം ചെയ്തൊരു മൊമെന്റ് തന്നെയായിരുന്നു. ആൻഡ് രണ്ടുപേരെയും ഇങ്ങനെ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പം ഞാൻ എപ്പോഴും മാൻവിയോട് പറയും, നിനക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ് നിതിൻ. കാരണം നിതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. അത്രയും ഒരു ഡിസ്റ്റന്റ് റിലേഷൻഷിപ്പിൽ ഇരുന്നുകൊണ്ട് ഈ ഒരു 10 വർഷം അല്ലേ ഇത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഇവളുടെ തിരക്കിന്റെ ഇടയിൽ അതൊക്കെ മനസ്സിലാക്കി അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാന്ന് പറയുന്നത് അതൊരു എളുപ്പമുള്ള കാര്യമല്ല. സോ അതുകൊണ്ട് ഭയങ്കര ലക്കിയാണ്. ആൻഡ് നിതിന്റെ ഒരു ലക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിൽ ഒരു കുട്ടിത്തമുള്ള ഒരാള് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ലൈറ്റർ ആവും ജീവിതം. അപ്പൊ നിതിൻ ഇനി എത്ര വർക്ക് സ്ട്രെസ് ഉണ്ടെങ്കിലും മറ്റേ ഫിനാൻഷ്യൽ അത് ഇത് ബാങ്ക് എന്ത് സംഭവം ഉണ്ടെങ്കിലും ഈ ഇവളുടെ അടുത്ത് ഒരു 5 മിനിറ്റ് വർത്തമാനം പറഞ്ഞാൽ മതി, അതങ്ങ് അലിഞ്ഞില്ലാതായി പോകും. അത്ര കുട്ടിയായിട്ടുള്ള ഒരാളാണ് മാൻവി. അപ്പൊ അതുകൊണ്ട്